നമ്മൾ തനിച്ചാവുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ സേഫായി വീടെല്ലാം പൂട്ടി നമ്മൾ ഉറങ്ങുമ്പോൾ രാത്രിയിൽ അർദ്ധരാത്രിയോടനുബന്ധിച്ച് ആ ഒരു സമയത്ത് നമ്മുടെ ബാത്റൂമിൽ നമ്മൾ അറിയാതെ മറ്റാരെങ്കിലും കുളിച്ചിറങ്ങുന്നതായോ അല്ലെങ്കിൽ കുളിക്കുന്നതായോ സൗണ്ട് നമ്മൾ കേട്ടാൽ നമ്മുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. മേഴ്സി, അതായിരുന്നു അവളുടെ പേര്. അവളൊരു ഹോസ്പിറ്റൽ നേഴ്സായിരുന്നു. അവൾ താമസിക്കുന്ന തൊട്ടടുത്തായിരുന്നു ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. പക്ഷെ അവൾക്ക് അധികം നൈറ്റ് ഡ്യൂട്ടിയാണ് കിട്ടാറുള്ളത്. ഒരു 2 വർഷത്തോളം ആ ഹോസ്പിറ്റലിൽ അവൾ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് ട്രാൻസ്ഫറായി പത്തനംതിട്ടയിലേക്ക് കിട്ടുന്നത്. അവിടെ ആരെയും അവൾക്ക് അറിയില്ല. അവൾക്ക് താമസിക്കാൻ ഒരിടം വേണം. അങ്ങനെ അവൾ അന്വേഷണത്തിലാണ് ഒരു വീട് അവൾ കണ്ടെത്തിയത്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവൾ ആ വീട് വാടകയ്ക്ക് എടുക്കുന്നു. അവൾക്കധികം നൈറ്റ് ഡ്യൂട്ടിയാണ് ഉണ്ടാവാറുള്ളത്. 6 മണിക്ക് അവൾ ചാർജ് എടുത്താൽ പിറ്റേ ദിവസം പുലർച്ചെ 4 മണി 4:30 ആ ഒരു ടൈമിലായിരിക്കും അവൾ വീട്ടിലെത്താറുള്ളത്. ചില ദിവസങ്ങളിൽ അവൾ നേരത്തെ എത്താറുമുണ്ട്. ഒരു ദിവസം അവൾ നേരത്തെ, അതായത് 4 മണിന് മുന്നേ ആയിട്ട് അവൾ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയതിന് ശേഷം ഒരു കുളി പതിവാണ്. കാരണം ഹോസ്പിറ്റലിൽ പോയി വരുന്നത് കൊണ്ട് കുളി അവൾക്ക് നിർബന്ധമായിരുന്നു. കുളിച്ചതിന് ശേഷം അവൾ വന്ന് കിടന്നു. അവൾ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ബാത്റൂമിൽ ആരോ വെള്ളത്തിൻ്റെ സൗണ്ട് അവൾ കേട്ടത്. ആദ്യമൊന്നും അവൾക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. പിന്നെ അവൾ നല്ലതുപോലെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ബാത്റൂമിൽ ആരോ വെള്ളം ടാപ്പ് തിരിച്ചിട്ട പോലെയുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ക്ഷീണം കാരണം അവൾക്ക് എണീറ്റ് പോയി നോക്കാനും പോലും കഴിയാതെ അവൾ കിടന്നുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീട്ടിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റാരും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് എണീക്കാൻ പേടിയായിട്ട് അവൾ അങ്ങനെ ഉറങ്ങിപ്പോയി. ആ ഒരു ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ആ വീട്ടിൽ ബാത്റൂം ബെഡ്റൂമിലായിരുന്നില്ല, കോമൺ ആയിട്ട് ഹാളിലായിരുന്നു. എന്നാൽ അവളുടെ റൂമിലുള്ള കർട്ടന്റെ ബാക്കിൽ ഒരു രൂപം വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ അവൾ ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം അവൾ രാവിലെ എണീറ്റ് ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എന്തോ രാത്രി ബാത്റൂമിൽ ടാപ്പ് തുറക്കുന്നത് പോലെ സൗണ്ട് കേട്ടല്ലോ, എന്തായിരിക്കും അത്? അവൾ എണീറ്റ് പോയി ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ അങ്ങനെ ആരും ഉപയോഗിച്ച പോലെയൊന്നുമില്ല. നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയായിരുന്നു. തലേ ദിവസം പുലർച്ചെ 4 മണിക്ക് ഞാൻ കുളിച്ചതാണ്. പിറ്റേ ദിവസം, അതായത് അവള് താമസം തുടങ്ങിയതിന് ശേഷം 3-ാമത്തെ ദിവസം അവൾ ഇതേപോലെ ഒരു 3 മണിക്കാണ് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തിയത്. ഒരു 3 മണിക്ക് എത്തിയപ്പോൾ അവൾ നേരെ കുളിച്ചതിന് ശേഷം വന്ന് കിടന്നു. അന്നാണെങ്കിൽ അവൾക്ക് പെട്ടെന്നൊന്നും ഉറക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അവളുടെ ആ ഒരു ഉപബോധ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ബക്കറ്റ് നീങ്ങുന്നതായിട്ടൊരു സൗണ്ട് അവൾ കേട്ടത്. അവൾ വളരെ ശ്രദ്ധയോടെ ആ ബാത്റൂമിലേക്ക് നോക്കിയപ്പോഴാണ് അവൾ ഞെട്ടിപ്പോയത്. കാരണം ആ ബാത്റൂമിൽ ആരോ ഷവർ ഉപയോഗിച്ചിട്ടാണ് കുളിക്കുന്നത്. ഷവർ ഓൺ. അവൾ നടുങ്ങി ചാടിപ്പോയി. കാരണം തൻ്റെ വീട്ടിൽ ആരോ കടന്നുകൂടിയിരിക്കുന്നു, ആരോ ബാത്റൂമിൽ കുളിക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ ആ ഭയാനകമായ ഒരു അവസ്ഥ അവൾ ആദ്യമായി അനുഭവിക്കുകയാണ്. അവളുടെ ശരീരം വിറച്ചു തുടങ്ങി. മാത്രമല്ല നട്ടെല്ലിൻ്റെ അവിടെ ഒരു തണുപ്പ് കയറുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്തു. താൻ ഇനി എന്ത് ചെയ്യും? ഈ ബാത്റൂമിനുള്ളിൽ ആരായിരിക്കും? അതും ഇത്രയും വീട് അടച്ചുപൂട്ടി ലോക്കായ ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ താനല്ലാതെ മറ്റാര്? കാരണം ആ വീട്ടിനുള്ളിൽ ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ഹാള്, അതുപോലെ ഒരു ബാത്റൂം, അങ്ങനെ മൊത്തത്തിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു കൊച്ചു വീടായിരുന്നു അത്. ആകെ ഫ്രണ്ടിലൊരു ഡോറും ബാക്കിലൊരു ഡോറും ഉള്ളത്. അത് രണ്ടും ലോക്കാണ്. മാത്രമല്ല പകലാണെങ്കിൽ താൻ പൂട്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒളിച്ചിരിക്കാൻ പാകത്തിലുള്ള ഒരു സ്ഥലം ആ വീട്ടിലില്ല. ഇനി ഇവിടെ ഈ ഒരു ഹാളിൽ നിന്നാൽ തനിക്ക് ആപത്താണെന്ന് തോന്നിയ നേരെ അവളുടെ റൂമിലെത്തി. അതിനുശേഷം ഡോർ പകുതി അടച്ചതിന് ശേഷം വിടവിലൂടെ അവൾ നോക്കി. ആ ബാത്റൂമിലേക്ക് നല്ല കാഴ്ചയാണ്. അവൾ നോക്കിയിരുന്നു. ആ ബാത്റൂമിൽ നിന്ന് ആരാണ് ഇറങ്ങുന്നതെന്ന് അറിയാം. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ നടുക്കുന്ന കാഴ്ച അവൾ കണ്ടു. ഒരു ബാത്റൂമിൻ്റെ ഡോർ ഓപ്പൺ ആകുന്നു. അതിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങി വരുന്നു. അവൾ വിശ്വസിക്കാനാവാതെ അവൾ നോക്കിയിരുന്നു.
പക്ഷെ ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി ഒരു മനുഷ്യരൂപമാണ് ആ പെൺകുട്ടി, പക്ഷേ അതൊരു ആത്മാവാണ് എന്നുള്ളത് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. കാരണം ഒരു പുക രൂപത്തിൽ ഒരു പെൺ രൂപമായിരുന്നു അത്. അവൾ ആകെ പേടിച്ച് ബോധമറ്റ് ആ ഒരു റാക്കിന്റെ സൈഡിൽ തന്നെ ഇരുന്നു പോയി. പിറ്റേ ദിവസം അവൾ നേരം പുലർന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ആ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോയി. ആ ഒരു ഭാഗത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ അവൾ അന്വേഷിച്ചു. ഇവിടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നതാണ്, ആ ഒരു സൈഡിലുള്ള ആ ഒരു വീട്ടിൽ. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താൻ ഇവിടെ ഒന്ന് അന്വേഷിക്കാതെയാണോ ആ വീട് വാടകയ്ക്ക് എടുത്തത്? കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു പെൺകുട്ടി, ഗർഭിണിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തൊരു വീടാണെന്ന്. ആ പെൺകുട്ടീനെ ആരോ ചതിച്ചതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്തതാണ്. അതും ആ ബാത്റൂമിലായിരുന്നു ആ പെൺകുട്ടിയുടെ ബോഡി കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട് ആരും തന്നെ, ഈ ഏരിയയിലുള്ള ആരും തന്നെ വാടകയ്ക്ക് എടുക്കാറില്ല. എത്രയോ കാലങ്ങളായി ആ ഒരു വീട് അടച്ചിട്ട് കിടക്കുകയാണെന്നും എത്രയോ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ നിന്നെപ്പോലെ ഒരാൾ അവിടെ താമസിക്കാൻ എത്തുന്നതെന്ന് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ആൾ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്നും ഇതിൻ്റെ മുന്നേ ആരൊക്കെയോ, അതായത് 2 കൊല്ലം മുന്നേ ആരൊക്കെയോ താമസിക്കാൻ വന്നിരുന്നെന്നും അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ആ വീട് ഇത്രയും കാലമായി അടച്ചു കിടക്കുകയായിരുന്നു. വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയവൾ ആ വാടക വീട്ടിലേക്ക് പിന്നീട് പോയില്ല, മറ്റൊരു വീട് അന്വേഷിക്കുകയും ചെയ്തു. മാത്രമല്ല പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാനാണ് അവൾ തീരുമാനിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബായ്.